ഹായ് മക്കളെ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവരും മക്കളെ എജ്യൂപോഡിൻ്റെ 7ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഓണം എക്സാം അടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഓണം എക്സാം അടുത്തിരിക്കുന്ന സമയം നിങ്ങൾ പുസ്തകമൊക്കെ മറച്ചു നോക്കുന്നു, നിങ്ങളിങ്ങനെ കുറച്ച് പഠിച്ചു നോക്കുന്നു. അപ്പോൾ പഠിച്ചു തുടങ്ങിയപ്പോൾ എല്ലാ കുട്ടികളുടെയും പ്രശ്നം എന്താടാ, പഠിച്ചതൊക്കെ മറന്നു പോവാണ്. എത്ര പഠിച്ചാലും പഠിച്ചതൊക്കെ എന്ത് ചെയ്യുന്നു, മറന്നു പോവാണ് സാറേ. എന്താ ചെയ്യുക? ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ നമ്മൾ എന്താ ചെയ്യുക? അതിനുള്ള കുറച്ച് കുഞ്ഞു ടിപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 7 ഇസ് മീ യുവർ നാഫി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണ്? നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈവ് അല്ലേ, വീഡിയോ ആണല്ലേ. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോ, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ? നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പഠിച്ചാൽ മതി. അതായത് ഒരുപാടൊന്നും പഠിക്കരുത്. നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യുക, കുറച്ച് പഠിക്കുക. അതായത് കുറച്ച് പറയുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിനായിട്ട് മാറ്റി വെക്കുക. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുമ്പോൾ 2 മണിക്കൂർ പഠിക്കണം. ആ പഠിക്കുന്ന കാര്യങ്ങൾ പാർട്സ് ആക്കിയിട്ട്, അതായത് ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഒറ്റ ദിവസം പഠിക്കാമെന്ന് മക്കളെ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു, കുറച്ച് പഠിക്കുന്നു, കുറച്ച് ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. 2ാമത്തെ ദിവസം നിങ്ങൾ കുറച്ച് ടോപ്പിക്ക് പഠിക്കുന്നു. ആ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എഴുതി പഠിക്കണം മക്കളെ. എങ്ങനെ പഠിക്കേണ്ടത്? പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എഴുതി പഠിക്കണം. ശ്രദ്ധിക്കണേ, പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എഴുതി പഠിക്കണം. അല്ലെ, പിന്നെ ഒരു പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ബയോളജി പഠിക്കുകയാണ്, അല്ലെങ്കിൽ സോഷ്യൽ പഠിക്കുകയാണ്, പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി പഠിക്കുക. ഈ മാത്സൊക്കെ ആണെങ്കിൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ആ ഒരു രീതിയിൽ എഴുതി പഠിച്ചാൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗും സെറ്റാവും, പഠിച്ച കാര്യങ്ങൾ കൂടുതൽ തലയിലേക്ക് നിൽക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ദിവസം കുറച്ച് സമയം പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി പഠിക്കുക, പാർട്സ് ആക്കി എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഒരുപാട് സമയം നിങ്ങൾ പഠനത്തിന് മാറ്റി വെക്കരുത്. കുറച്ച് സമയം പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഓഗസ്റ്റ് 31 നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ടോപ്പിക്ക് പഠിച്ചു എന്ന് വിചാരിക്കുക കേട്ടോ. ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നാളെ നിങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, ആ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യണം. അഥവാ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തെടുക്കണം. ശ്രദ്ധിക്കണേ, പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, റീകോൾ ചെയ്യണം. അഥവാ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തെടുക്കണം അല്ലേ. അതായത് ഇന്നിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഭൂമിയുടെ ഭൂവൽക്കത്തെക്കുറിച്ച്, അതായത് ഭൂമിയുടെ ക്രസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു വിചാരിക്കുക. ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങളിങ്ങനെ എഴുതിയതൊക്കെ പഠിച്ച് തലയിൽ സെറ്റായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നാളെ സ്കൂളിലേക്ക് നടക്കുകയല്ലേ മക്കളെ. അപ്പോൾ നിങ്ങൾ എന്താലോചിക്കണം, ആ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദി എർത്ത് ഈസ് ക്രസ്റ്റ് ഹാവ് 2 പാർട്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ് അല്ലേ. വൻകര ഭൂവൽക്കമുണ്ട്, സമുദ്ര ഭൂവൽക്കമുണ്ട്. അതിങ്ങനെ നിങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ ആ പോയിന്റ്സ് ഒക്കെ നിങ്ങളിങ്ങനെ ആലോചിക്കണം, കുളിക്കുമ്പോൾ ആലോചിക്കണം, ഫുഡ് കഴിക്കുമ്പോൾ ആലോചിക്കണം. ആ സമയത്ത് നിങ്ങളിങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് പഠിക്കുക, പിറ്റേന്ന് അത് ആലോചിക്കുക, പിറ്റേ ദിവസം അടുത്ത ടോപ്പിക്ക് പഠിക്കുക, വീണ്ടും ആലോചിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തലച്ചോറ് എന്ത് ചെയ്യും, ഓർത്ത് വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു നോക്കട്ടോ. അതായത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം, എഴുതി പഠിക്കണം. ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പിറ്റേന്ന് എന്ത് ചെയ്യണം, ഓർത്തെടുക്കണം. അതായത് സ്കൂളിലേക്ക് നടക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ ഓർത്തെടുക്കണം കേട്ടോ. ആ ഒരു രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഓണം എക്സാമിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിച്ചു നോക്കട്ടോ. സെറ്റല്ലേ, റെഡി അല്ലേ, ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ ദിവസവും എജ്യൂപോഡിൻ്റെ ചാനൽ നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്, ലൈവ് തരുന്നുണ്ട്, ഇതേപോലെ വീഡിയോസൊക്കെ തരുന്നുണ്ട്. എന്തിനാണ് മക്കളെ നമ്മൾ തരുന്നത്, നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ, നല്ല മാർക്ക് കിട്ടാൻ. അപ്പോൾ എല്ലാം സെറ്റാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ഇതൊക്കെ പഠിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും മറന്നു പോകുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ വരേക്കും. ബൈ.